ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ തന്നെ എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയൊരു സിനിമയാണ്. ഒന്നും വേറെ ചിന്തിക്കേണ്ടി വന്നില്ല. എനിക്ക് ആക്ച്വലി ക്രൂവിനെ അറിയില്ല, ഈ ഡയറക്ടറെ അറിയില്ല, എന്നെ തന്നെയും അങ്ങനെ ആൾക്കാർക്ക് അധികം അറിയത്തില്ല അങ്ങനത്തെ ഒരു സമയത്ത് അത് ചെയ്യുന്നതും. അങ്ങനെ ഇപ്പോഴും അങ്ങനെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒത്തിരി പേർക്കും. പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ട് സ്ക്രിപ്റ്റിലെ ചില എലമെൻറ്റ്സ് തന്നെയാണ് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ കാരണമായത്. ഒന്ന്, അതൊരു ഗഹനമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുപയോഗിക്കുന്ന ഭാഷ, നരേറ്റീവ് എല്ലാം ഭയങ്കര സിമ്പിളാണ് പറയാൻ. ഞാനിങ്ങനെ ഒരിടത്ത് പറഞ്ഞ പോലെ ഇത് കടമെടുത്ത് പറയുന്നത്, പക്ഷെ വായ്ക്കു രുചിയായിട്ട് ഡയലോഗ് പറഞ്ഞു എന്നാരോ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പറയാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റായിരുന്നു. ഡയലോഗൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കൊതിയാവും. അങ്ങനെ ഇത് എൻ്റെ മാത്രം ഡയലോഗ്സ് ഒന്നല്ല. ആക്ച്വലി മറ്റ് കഥാപാത്രങ്ങളുടെ ഡയലോഗുകളും പറയുമ്പോൾ ഞാൻ തന്നെ വായിക്കുകയും തന്നെ ചിരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു അത്രയും ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റ് അത്ര സിമ്പിളായിട്ട് ഉള്ള വാക്കുകൾ കൂടി നരേഷനിൽ കൂടിയും പറയാൻ ഒരാൾക്ക് പറ്റുന്നു എന്നുള്ളത് തന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അത് തന്നെയാണ് അതിലേക്ക് ഏതോ ഒറ്റ നോട്ടത്തിൽ ഒരു അപ്പൂപ്പൻ, മകൻ, കൊച്ചുമകൻ, അവരുടെ റിലേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അത് ഒറ്റ നോട്ടത്തിലെ മാത്രമാണ് ഞാൻ പക്ഷേ ആസ് എ വ്യൂവർ ഈ സിനിമ കണ്ടത്, എനിക്ക് ഒരേ സമയത്ത് ഈ അപ്പൂപ്പനോടും കൊച്ചുമകനോടും അവർ രണ്ടുപേരും എനിക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഞാനതിനെ കണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരൊറ്റ ആളുടെ അകത്ത് നടക്കുന്ന ഒരു കോൺവെർസേഷനായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനെ പക്ഷെ അങ്ങനെ അല്ലാതെയും പല ലെയറുകളിൽ വായിക്കാൻ പറ്റും എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ആലോചിച്ചൊന്നും അല്ല ചെയ്യുന്നത്. ഇപ്പോൾ കാത്തു എന്നുള്ള ക്യാരക്ടർ ചെയ്യുമ്പം ഞാൻ ടേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അതിൽ പ്രസൻ്റാണ് ഞാൻ. അല്ലാണ്ട് ഇതങ്ങനെയാണ് എന്ന് അങ്ങനെ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോയിട്ടല്ല, അതിൻ്റെ ലെയറുകളിലേക്ക് സഞ്ചരിച്ചിട്ടല്ല ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഇതിന് പല പല ലെയർ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ അതിൽ യു ആൻഡ് യുവർ സെൽഫ് എന്നുള്ള അങ്ങനെ ഒരു കോൺവെർസേഷനാണ്. അതുതന്നെയാണ് എനിക്ക്. അതുകൊണ്ടാണ് പിന്നെ അതിന് ഭാഷയൊക്കെ കൈകാര്യം ചെയ്തത്, രീതിയൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കാത്തു എന്നാണ്. കാത്തു ആ വീട്ടിലെ വേലക്കാരിയാണ്. അവർ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളത്. അവർ തന്നെ ചെറുതായിരുന്ന സമയത്ത്, അവരൊരു ടീനേജർ ആയിരുന്ന സമയത്ത് അവിടെ വന്നതാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ മനുഷ്യരുമായിട്ട് ആ 3 ജനറേഷനിലുള്ള മനുഷ്യരെയും വളരെ അടുത്ത് അറിയാവുന്ന, അവരുടെ വീട്ടിലെ തന്നെ ഒരു അംഗമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാത്തു. അവർക്ക് അവരുടെ സാന്നിധ്യത്തിന് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പലതരത്തിലുമുണ്ട്. അവർ ചിലപ്പോൾ ഒരു അമ്മയുടെ റോൾ എടുക്കുന്നുണ്ടാവും, ഒരു മകളുടെ റോൾ എടുക്കുന്നുണ്ടാവും, ഒരു വേലക്കാരി ആവുന്നുണ്ടാകും. പക്ഷെ അത്തരം ഡീറ്റെയിലുകളിലേക്ക് ക്യാമറ പോകുന്നില്ല പല സമയത്തും, അത്തരം ഡീറ്റെയിലുകൾക്ക്. പക്ഷെ അവരുടെ പ്രസൻസ് അത്തരത്തിലാണ് സിനിമയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിലൊരു ടെൻഡൻസി ഉള്ളത്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തോ, ആദ്യം എന്താണ് ആളുകളുടെ കണ്ണിൽപ്പെട്ടത്, ആരെ എന്താണ് അപ്രിഷ്യേറ്റ് ചെയ്തത് ആൾക്കാർ, അത് തന്നെയാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. അതൊരു ആക്ടറെ സംബന്ധിച്ചും കാഴ്ചക്കാരെ സംബന്ധിച്ചും ഒക്കെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുകയും അതൊരു മോശം ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാനങ്ങനെ കുറേ എണ്ണം ചെയ്തു. വേലക്കാർ തന്നെ ഞാൻ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് ടൈപ്പ് കാസ്റ്റ് ഒരു പ്രശ്നം തന്നെയാണ്. അതിന് ഞാൻ മാത്രമല്ല, പക്ഷെ പലരും ഇപ്പോൾ ഇന്ദ്രൻ സേട്ടൻ പോലത്തെ ഒരു ആക്ടറൊക്കെ എത്രയോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ യഥാർത്ഥത്തിലുള്ളൊരു ഇത് പുറത്തെടുക്കാൻ ഒരു അവസരമൊക്കെ വരുന്നത്. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പിടിച്ചു നിൽക്കുന്നു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഇത് റിയലൈസ് ചെയ്യപ്പെടുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. പക്ഷെ ഒരു സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനത്തെയാണ്. അത് സത്യത്തിലൊരു മോശം ടെൻഡൻസിയാണ്. എനിക്കതിനോട് യാതൊരു താല്പര്യവുമില്ല. നമ്മളല്ല ബേസിക്കലി ഡിസൈഡ് ചെയ്യുന്നത് ഇനി ഇങ്ങനത്തെ ചെയ്യുള്ളൂ, ഇങ്ങനത്തെ ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന്. പല പല ഘടകങ്ങളും നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കും ചില സമയത്ത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇത് തന്നെ ഒരു റിക്വയർമെൻറ്റ് തന്നെ ഒരു ഘടകമാകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്നൊന്നുമില്ല. എൻ്റെ ഒരു സമയത്ത് ഞാൻ വന്നിട്ട് ഇത്രേ ആയുള്ളൂ, ഞാൻ ഇത്ര കഥാപാത്രങ്ങളെ ചെയ്തുള്ളൂ, സിനിമ ചെയ്തിട്ടുള്ളൂ. എനിക്കങ്ങനെ സെലക്റ്റീവ് ആകാൻ മാത്രം ഒരു പൊസിഷനുമായിട്ടില്ല. വേണമെങ്കിൽ ആകാം, പക്ഷേ
ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ ചില സിനിമയിലെ ചില ഘടകങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ട് ചെയ്യും. അത് അപ്പോൾ ഈ വേഷം ഇങ്ങനെ തന്നെയാണോ, ഇത് സിമിലർ ആണല്ലോ എന്ന് കരുതി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ 70 ദിവസത്തെ കളിയൊക്കെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടാന്ന് വെക്കാൻ പറ്റില്ലാതെ അങ്ങനെ ചെയ്യുന്നത് എന്തോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതൊക്കെ മാറിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതൊരു വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ലവ് 24/7 മാത്രമാണ്. അത് ഒരു സ്ത്രീ ഡയറക്ടറായിട്ടുള്ള ഇതാണ്. അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ അതിനുണ്ടായിരുന്നു, ആ ഒരു അപ്രോച്ചിൽ ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവിക്കട്ടെ. എനിക്ക് അങ്ങനെ നമ്മുടെ ടീമിലെല്ലാവരും ഒക്കെ പറയാറുണ്ട്, കളിയായിട്ടും അല്ലാതെയും ഒക്കെ നായിക അതേ നമ്മുടെ നായിക വന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന വെച്ചാൽ ആകെയുള്ള ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം ചെയ്തുകൊണ്ട് തന്നെ നായിക എന്ന് വിളിക്കണം. അല്ലെങ്കിൽ നായകൻ്റെ ഭാര്യയായിട്ടോ കാമുകിയായിട്ടോ അഭിനയിക്കുന്നത് കൊണ്ടാണോ ആ സ്ത്രീ നായിക എന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ളത് എനിക്കൊരു വലിയ ക്വസ്റ്റ്യനാണ്. അങ്ങനെയൊന്നും വിളിക്കപ്പെടേണ്ട കാര്യമില്ല. ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, എൻ്റെ കഥാപാത്രം മൺറോത്തുരുത്തിൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണെന്നുള്ള നിലയ്ക്ക് അതിനെ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. എനിക്കതിനെ പറ്റി അങ്ങനെ എനിക്കറിയില്ല. ഇതിനകത്ത് മനു എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഓരോരുത്തരുമായിട്ട് ഡീൽ ചെയ്തത്. കാരണം എനിക്ക് മുൻപരിചയമില്ല. മനുചേട്ടൻ തന്നെ ഞാൻ അങ്ങനെ ഒരു പ്രശസ്ത സംവിധായകൻ മനു എന്ന് പറയുന്ന പോലത്തെ ഒരു പൊസിഷനിൽ നിന്നല്ല അദ്ദേഹം വരുന്നത്. എന്നെ കാസ്റ്റ് ചെയ്യുന്നതും എന്നെ അത്തരത്തിൽ അറിയാവുന്നതുകൊണ്ടല്ല, ഈ കുട്ടി ചെയ്യാൻ നന്നാവുന്നു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ചില സജഷനുകൾ കൂടി പിന്നെ കണ്ട് അങ്ങനെ നമ്മൾ തമ്മിൽ എനിക്ക് ആക്ച്വലി ഈ എൻ്റെ ക്രൂവുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ ഷൂട്ട് കഴിയുന്ന സമയമായപ്പോഴത്തേക്കും നമ്മളൊരു ഫാമിലി പോലെയായി. അതിന് മനുചേട്ടൻ്റെ ഒരു പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നതെന്ന് ഭയങ്കര ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടേഴ്സിനോടും മൊത്തം ക്രൂവിനോടും അദ്ദേഹത്തിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ തരത്തിൽ നമുക്ക് അത്ര അട്രാക്റ്റീവ് ആണോ ഈ ക്യാരക്ടർ, സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ ചെയ്യാം എന്ന് പറയാൻ മാത്രമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ അതല്ല, മനുഷ്യന്മാർ തമ്മിലുള്ളൊരു ബന്ധം അതിനകത്ത് ഉണ്ടായി വന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സിനിമയുടെ ഒരു ഇപ്പം തന്നെ എല്ലാവരും ഒന്നിച്ച്, ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് കാണാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഈ മൺറോത്തുരുത്തിൻ്റെ ക്രൂ ഒന്നിച്ച് കൂടുന്നത്. അത് അന്ന് തുടങ്ങിയതാണ്. നമുക്കങ്ങനെ സെറ്റിൽ അങ്ങനെ ആയിരുന്നു.